ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ പെർ ക്യാപിറ്റ ഇൻകം അഥവാ ഇൻകം പെർ ഹെഡ് എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു രാജ്യത്തിൻ്റെ മൊത്തം വരുമാനത്തെ, ദേശീയ വരുമാനത്തെ അവിടുത്തെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഇതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. Per capita income. Per capita income or income per person is a measure of the average income earned per person in a specific area. ഒരു സ്പെസിഫിക് ഏരിയയിൽ, അതായത് ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തോ ഒരു സിറ്റിയിലോ ആ ഏരിയയിൽ ഒരു വ്യക്തി എത്ര വരുമാനം നേടി എന്ന് കണക്കാക്കുന്ന ഒരു മെഷറാണ്, അതായത് ഒരു ആവറേജ് ആണ് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഓവർ എ സർട്ടൺ പീരീഡ്, യൂഷ്വലി എ ഇയർ. അതായത് യൂഷ്വലി ഇത് കണക്കാക്കുന്നത് ഒരു വർഷത്തിലാണ്. ഒരു വർഷത്തിനുള്ളിൽ എത്ര വരുമാനം ഒരാൾ നേടി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെഷർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്: പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇൻകം ഓഫ് എ റീജിയൻ. ഒരു റീജിയൻ്റെ ടോട്ടൽ ഇൻകം, അതൊരു രാജ്യമാവാം, സംസ്ഥാനമാകാം, ഒരു സിറ്റി ആകാം. ഓക്കെ, അവിടുത്തെ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, അവിടെ താമസിക്കുന്ന മൊത്തത്തിലുള്ള ജനസംഖ്യ. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഇത് കിട്ടുന്നത്. അത് ഇതിൻ്റെ ഡെഫിനിഷനായിട്ടാണ് പറയുന്നത്. It shows how much each individual would earn if the total income were evenly distributed among all the people. അതായത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് ഓർക്കുക. അതായത് തുല്യമായിട്ട് ഒരു രാജ്യത്തിൻ്റെ വരുമാനം ആ രാജ്യത്തിൻ്റെ എല്ലാ ജനങ്ങൾക്കും, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സിറ്റിയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ എല്ലാ ജനങ്ങൾക്കും അവിടെ കിട്ടുന്ന വരുമാനം, നേരത്തെ പറഞ്ഞ ഒരു വർഷത്തേതാണെന്ന്, അത് തുല്യമായിട്ട് വീതിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആവറേജ്, ഓക്കെ, ഇതാണ് പെർ ക്യാപിറ്റ ഇൻകം സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ഇമാജിനേഷനാണ്. അതായത് ഇമാജിൻ എ കൺട്രി ഹാസ്, ഒരു രാജ്യത്തിന് ടോട്ടൽ നാഷണൽ ഇൻകം ഈസ് $10 lakh. അതായത് $10 ലക്ഷം ആണ് ഒരു രാജ്യത്തിൻ്റെ വരുമാനം, വർഷം കിട്ടുന്ന ആ രാജ്യത്തെ എല്ലാ ആൾക്കാരുടെ സമ്പാദിക്കുന്ന വരുമാനം $10 ലക്ഷം ആണ് എന്ന് സങ്കല്പിക്കുക. അവിടുത്തെ പോപ്പുലേഷൻ, അവിടുത്തെ ജനസംഖ്യ 100 പേരാണ്, 100 people ആണ് അവിടുത്തെ ജനസംഖ്യ. അപ്പോൾ അത് പെർ ക്യാപിറ്റ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു $10 lakh ഡിവൈഡഡ് ബൈ 100, അവിടുത്തെ ജനസംഖ്യ ഈസ് ഈക്വൽ ടു $10,000 എന്ന് കിട്ടും. അതായത് സോ ദ ആവറേജ് ഇൻകം പെർ പേഴ്സൺ ഈസ് $10,000. അതായത് ഒരാൾക്ക്, ആ രാജ്യത്തിലെ ഒരാൾ ഒരു വർഷത്തിൽ നേടുന്ന വരുമാനം $10,000 ആണ്. ഇങ്ങനെയാണ് പെർ ക്യാപിറ്റ ഇൻകം കണക്കിലാക്കുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കീ പോയിന്റ്സ് നോക്കാം. ഇറ്റ് ഈസ് എ യൂസ്ഫുൾ ടൂൾ ഫോർ കമ്പയറിംഗ് ദ എക്കണോമിക് വെൽബീയിങ് ഓഫ് പീപ്പിൾ. അതായത് രാജ്യത്തെ ജനങ്ങളുടെ എക്കണോമിക് വെൽബീയിങ്, അവർ സാമ്പത്തികമായിട്ട് എങ്ങനെ ക്ഷേമത്തിലാണോ എന്ന് മനസ്സിലാക്കുന്നതിന് ഇത് ഉപകാരപ്പെടും. പീപ്പിൾ അക്രോസ് കൺട്രീസ് ഓർ റീജിയൻസ്, അതായത് രാജ്യങ്ങളിലെയോ റീജിയൻസിലെയോ പ്രദേശങ്ങളിലെയോ. ഓഫൺ യൂസ്ഡ് ഇൻ ഡെവലപ്മെന്റ് എക്കണോമിക്സ്. ഇത് ഡെവലപ്മെന്റ് എക്കണോമിക്സിൽ ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കമ്പയർ ലിവിങ് സ്റ്റാൻഡേർഡ്സ്, അതായത് ജീവിത നിലവാരം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് ഷോ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഇത് എന്ത് കാണിക്കുന്നില്ല? ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നില്ല. അതായത് ഇൻകത്തിന്റെ ശരിയായ വിതരണം കാണിക്കുന്നില്ല. ഒരു ആവറേജ് മാത്രമാണ് എന്ന് ഓർക്കുക. അതൊരു ചെറിയൊരു പോരായ്മയാണ് ഇതിൻ്റെ. എ കൺട്രി മേ ഹാവ് എ ഹയർ പെർ ക്യാപിറ്റ ഇൻകം. അതായത് ഒരു രാജ്യത്ത്, ഇപ്പം നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം, 100 പേരിൽ ഒരു 10 പേര് മാത്രമാണ് പണക്കാർ. അപ്പോൾ അവർ ഒരുപാട് പണം ഉണ്ടാക്കുന്നുണ്ട്. അതായത് ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഡിവിഷൻ മറ്റ് പാവപ്പെട്ട ആൾക്കാർക്കും അത് ബാധകമാണ്. അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് പ്രകാരം $10,000 എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും $10,000 നേടുന്ന ഒന്നാണ്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ ആയിരിക്കില്ല. അതായത് ചില ആൾക്കാർ കൂടുതൽ ഇൻകവും മറ്റു ചില ആൾക്കാർ കുറച്ച് ഇൻകവും ആയിരിക്കും നേടുന്നത്. ഈ പെർ ക്യാപിറ്റ ഇൻകം ഒരു ആവറേജ് മാത്രമാണ്. ഓക്കെ, അതായത് എ കൺട്രി മേ ഹാവ് എ ഹയർ പെർ ക്യാപിറ്റ ഇൻകം ബട്ട് സ്റ്റിൽ ഹാവ് എ ഹൈ ഇൻഇക്വാളിറ്റി. അതായത് വലിയൊരു പെർ ക്യാപിറ്റ ഇൻകം ഒരു രാജ്യത്തിന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടും, പക്ഷേ അവിടെ അസമത്വങ്ങളുണ്ടാകും. നേരത്തെ പറഞ്ഞ പോലെ പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള ആ ഒരു അന്തരം അവിടെ ഉണ്ടാകും. ഇനി നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. അതായത് ഈ പെർ ക്യാപിറ്റ ഇൻകം എന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ അളക്കുമ്പോഴത്തേക്ക് ഇതിനുണ്ടാകുന്ന ചില പോരായ്മകളാണ്. അതിൽ ഒന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡസൻ ഷോ ഇൻഇക്വാളിറ്റി. അത് അസമത്വം എന്താണെന്ന് ഈ പെർ ക്യാപിറ്റ ഇൻകം കാണിക്കുന്നില്ല. അതിൻ്റെ വിശദീകരണം ഇതാണ്: എ ഫ്യൂ റിച്ച് പീപ്പിൾ ക്യാൻ സ്ക്യൂ ദ ആവറേജ്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പാവപ്പെട്ടവരുടെ എണ്ണം കൂടുതലും പണക്കാരുടെ എണ്ണം കുറവായിരിക്കും. എന്നാലും ആവറേജ് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ വരും.
അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്. അടുത്തത് ഇഗ്നോർസ് കോസ്റ്റ് ഓഫ് ലിവിങ്, അതായത് ജീവിക്കാനുള്ള ജീവിത ചെലവ് അവിടെ ഇഗ്നോർ ചെയ്യുകയാണ്. അപ്പം രണ്ട് രാജ്യങ്ങൾ എടുക്കുമ്പോൾ അവിടുത്തെ രണ്ട് രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റ ഇൻകം ഒരുപോലെ ആയിരിക്കും. ഇപ്പോൾ രണ്ട് രാജ്യത്തിനും 10,000 വെച്ച് പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്. പക്ഷേ ഒരു രാജ്യത്ത് സാധനങ്ങൾക്കൊക്കെ വില കുറവായിരിക്കും. അപ്പോൾ അവിടെ കൂടുതൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഉള്ളത് മറ്റു രാജ്യത്തിനാണ് അല്ലേ. അപ്പോൾ കുറച്ച് കോസ്റ്റ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഈ വില കുറവുള്ള രാജ്യത്തിനാണ്. അത് ടു കൺട്രീസ് വിത്ത് ദ സെയിം പെർ ക്യാപിറ്റ ഇൻകം മേ ഹാവ് വെരി ഡിഫറൻറ്റ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ് ഡ്യൂ ടു പ്രൈസ് ഡിഫറൻസസ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത മൂന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത് ഡസൻറ്റ് അക്കൗണ്ട് ഫോർ നോൺ മോണിറ്ററി ഫാക്ടേഴ്സ്, അതായത് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ് ഇത് കണക്കിലെടുക്കുന്നില്ല. ഓക്കെ, ഏതൊക്കെയാണ് നോൺ മോണിറ്ററി ഫാക്ടേഴ്സ്? പണപരം അല്ലാതെയുള്ള ഫാക്ടേഴ്സ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, സേഫ്റ്റി, ഇതൊക്കെ കണക്കിലെടുക്കാതെയാണ്. അതായത് ഒരു പെർ ക്യാപിറ്റ ഇൻകം മാത്രമാണ്, അതൊരു വരുമാനം ഡിവൈഡ് ചെയ്തെടുക്കുന്ന ഒരു ആവറേജ് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇത് കണക്കിലെടുക്കുന്നില്ല. അപ്പം ഒരു രാജ്യത്തിൻ്റെ ക്ഷേമം അളക്കുന്നതിന് ഇത് ഉപയോഗിക്കാൻ പെർഫെക്റ്റ് ആയിട്ട് ഈ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്.